ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് വരുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ പ്രവർത്തകരൊക്കെ UDFിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം. പണ്ട് കോൺഗ്രസിൽ നിന്ന് മാറി മറ്റു ചില പാർട്ടികൾ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് സംഭവിച്ചതുപോലുള്ള ദുരന്തം ജോസ് കെ മാണിയെ സംഭവിച്ചിട്ടുണ്ടായി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടത്. അതിനുശേഷം സത്യത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള റോഷി അഗസ്റ്റിനും അദ്ദേഹവും തമ്മിലൊന്നും ഇപ്പോൾ വലിയ പഴയതുപോലുള്ള ഒരു സാഹോദര്യ ആത്മബന്ധമൊന്നും ജോസ് കെ മാണിയെ സംബന്ധിച്ചിട്ടില്ല. കേരള രാഷ്ട്രീയത്തെ ഒരു ഉള്ളംകൈയിലിട്ട് അമ്മാനമാടാൻ കഴിയുന്ന രാഷ്ട്രീയ ചാണക്യ സൂത്രത്തിൻ്റെ ഉടമയായിരുന്നു കെ മാണിയെങ്കിൽ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ വൈദഗ്ധ്യവും ഇല്ലാത്തൊരു സാധാരണ ഒരു വലിയ പൊളിറ്റീഷ്യൻ്റെ മകൻ മാത്രമാണ് ജോസ് കെ മാണി. കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ പാർട്ടി എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിക്ക് ഈ മുന്നണി സംവിധാനത്തിൽ ഇനി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്.